പഹൽഗാമിലെ കൊടൂരതയ്ക്ക് ഉത്തരം പറയാതെ രക്ഷപ്പെടാൻ നോക്കുന്നവർക്ക് മുന്നിൽ നിശിതമായ ചോദ്യങ്ങൾ നമ്മൾ ഇന്നും ഉന്നയിക്കുകയാണ്. പാകിസ്ഥാൻ വീണ്ടും അതിൻ്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നു. ജലം അല്ലെങ്കിൽ ഇന്ത്യൻ രക്തം, ഇതാണ് പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ വെല്ലുവിളി. ഇത് ഇന്ത്യയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന കൃത്യമായ ആഹ്വാനമാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര അന്വേഷണം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് ധൈര്യത്തിലാണ് ഈ ഹുങ്ക് പാകിസ്ഥാൻ കാട്ടുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രകോപിപ്പിച്ച് ഇന്ത്യയെ തെറ്റായ വഴികളിലൂടെ നടത്തി അന്താരാഷ്ട്ര രംഗത്ത് ദയ വാങ്ങിക്കൂട്ടി പതിവ് പോലെ നേട്ടം കൊയ്യാൻ അവർ ഇനിയും ശ്രമിക്കും. ഒരു വശത്ത് ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിശേഷിപ്പിച്ച് തൻ്റെ ഭീകര സ്വഭാവം തുറന്നു കാട്ടുന്ന ഡെപ്യൂട്ടി പ്രധാനമന്ത്രി, മറുവശത്ത് ആക്രമണത്തെ ഇന്ത്യയുടെ തന്നെ തെറ്റെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം. ഇതിനു നേരെ ഇന്ത്യയുടെ പ്രതികരണം ഇപ്പോൾ എങ്ങനെയൊക്കെയാണ്? സിന്ധു നദീ കരാർ റദ്ദാക്കും, വിസ നിരോധനം, ഇതൊക്കെ കൊണ്ട് ഇന്ത്യക്ക് നമ്മുടെ പൗരന്മാരുടെ കയ്യടി വാങ്ങാൻ തുടക്കത്തിൽ കഴിയുമെങ്കിലും മുന്നോട്ട് പോകുമ്പോഴും അത് സാധിക്കുമോ? അത്രയും മാത്രം മതിയോ? ഇന്ത്യയുടെ നടപടികൾ കൂടി വിലയിരുത്തി പോകേണ്ട സമയം തന്നെയാണിത്. എന്താണ് ഇന്ത്യയുടെ തിരിച്ചടി തന്ത്രങ്ങൾ? പഹൽഗാമിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? എങ്ങനെ കഠിന സുരക്ഷയുടെ നടുവിലും മുന്നറിയിപ്പുകൾ ഉണ്ടായിരിക്കുകയും അത്തരമൊരു ഭീകരാക്രമണം നടന്നു? ആരോടൊക്കെ കണക്ക് ചോദിക്കണം? ഈ ദേശീയ സുരക്ഷാ വീഴ്ചയിൽ ആരെയാണ് ശിക്ഷിക്കേണ്ടത്? സർക്കാരിൻ്റെ കശ്മീർ നയം തെറ്റിയോ? കുതിർന്ന നിലപാടുകൾ സ്വീകരിക്കാതെ കഴമ്പുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ? രാജ്യത്തെ ആത്മാഭിമാനമാർന്ന പൗരന്മാർക്ക് മുന്നിൽ കൃത്യവാഗ്ദാനങ്ങൾ നൽകാതെ വെറും TV ചർച്ചകൾ മാത്രമായി മാറുമോ ഇതൊക്കെ? ചോരയ്ക്ക് പകരം വെള്ളം കൂടി മുട്ടിക്കുമോ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ A. സമ്പത്ത്, BJP വക്താവ് CV സജനി, മുൻ മേജർ ജനറൽ GD ബക്ഷിയും നമ്മളോടൊപ്പം അല്പസമയമുണ്ടാകും. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെന്റ് എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ടായ ഒരു അപ്ഡേറ്റാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞത്, വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം ഒഴുകും എന്ന പ്രസ്താവനയൊക്കെ. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് ആണവ ശക്തിയാണ് പാകിസ്ഥാൻ, അത് ഭയക്കണമെന്ന ഭീഷണി വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നതിനിടയിലാണ് ഈ നമ്മുടെ ചില നടപടികൾ കൂടി ഇപ്പോൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ ചർച്ചകളുണ്ട്. സിന്ധു നദിയിലെ വെള്ളം പാകിസ്ഥാന് കിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ ഒക്കെ, ഇതൊക്കെ എളുപ്പത്തിൽ നടക്കുന്നതാണെന്ന നിരീക്ഷണങ്ങളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ നടപടികൾ മതിയോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഡോക്ടർ ലാൽ, നോക്കൂ, ഒന്ന്, ഈ ഭീകരവാദം എന്നത് മാനവരാശിയുടെ ശത്രുവാണ്. ആ ഭീകരവാദത്തിന് ഏതു തരത്തിലുള്ള മേലങ്കി അണിഞ്ഞാലും, അത് വംശീയമോ സാമുദായികമോ മതപരമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ മറ്റേത് വിധത്തിലുള്ള മേലങ്കി അണിഞ്ഞാലും ഭീകരവാദം എന്നത് ഭീകരവാദം തന്നെയാണ്. ടെററിസം ഇസ് ടെററിസം. ആ ടെററിസം എന്നുള്ളത് മാനവരാശിയുടെ ശത്രുവാണ്. ഭീകരവാദത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കുക എന്നതാണ് അനിവാര്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ ഒന്നിലേറെ തവണ ഭീകരവാദത്തിനെതിരായി പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുള്ളതും. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അടക്കം, അത് ഏത് ഗവൺമെൻറ് ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ ആരാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് എന്നുള്ളതെല്ലാം മറ്റൊരു കാര്യം. ഇന്ത്യ എന്ന രാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് മുതൽ നാളിതുവരെ നമ്മൾ എടുക്കുന്നതായിട്ടുള്ളൊരു നിലപാട് എന്നത് ഭീകരവാദത്തിനെതിരാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ
ഒരു കാരണവശാലും ഭീകരവാദത്തിൻ്റെ വിളനിലമാകാനോ അതിൻ്റെ വിത്തുപാകാനമുള്ള ഒരു ഇടമായി, അത് ദേശീയമോ അന്തർദേശീയ തലത്തിലോ അതിനുള്ളൊരു ഇടമായി ഒരിക്കലും ഇന്ത്യൻ ജനത അതിനനുവദിച്ചിട്ടില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളും അത്തരത്തിൽ ഭീകരവാദത്തിനെതിരായ നിലപാടാണ് എടുക്കുക. പൊതുസമൂഹം നമ്മളങ്ങനെയാണ്. കാരണം നമുക്കൊരുപാട് പോരായ്മകളുണ്ട്, ശരിയാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ അനിവാര്യമായ ഒരു ഘടകമാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായി നാം പരസ്പരം അത്തരം കാര്യങ്ങളിൽ വിമർശിക്കുകയും ചേരിതിരിഞ്ഞ് ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ മത്സരിക്കുകയും രാഷ്ട്രീയ അധികാരത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തോട് ആ വിധത്തിൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി പെരുമാറിക്കൊണ്ട് തന്നെ ചില അപഭ്രംശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവിൽ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാഷ്ട്രം ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്നൊക്കെ മറ്റുള്ളവരെ എങ്ങനെ വിശേഷിപ്പിച്ചിരുന്നാലും ഈ കാര്യത്തിൽ നമ്മൾ പൊതുവിൽ നമ്മുടെ സാംസ്കാരികമായ ആ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. പഹൽഗാമിൽ കൊല്ലപ്പെട്ട എല്ലാവരോടും നമുക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഒരു തവണയല്ല, രണ്ട് തവണയല്ല, നമ്മൾ ഏതെല്ലാം ചർച്ചകളിൽ പങ്കെടുത്തിരുന്നാലും അതിൽ ആ വിനോദസഞ്ചാരികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭീകരവാദികളുടെ തോക്ക് പിടിച്ചു വാങ്ങിച്ച് അവരെ ചെറുത്തുനിന്ന് രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യനെ അടക്കം നമ്മൾ അദ്ദേഹത്തിൻ്റെ മുന്നിലടക്കം നമ്മൾ കൈകൂപ്പേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാരണവശാലും നമ്മുടെ ഈ ചർച്ചയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള അറിയാമല്ലോ, ഡോക്ടർ ലാൽ ഇപ്പോൾ ഇതിൽ BJP പ്രതിനിധി അടക്കം പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഞങ്ങൾ ജനിച്ചു വളർന്ന് പ്രവർത്തിച്ചു വന്ന ജീവശ്വാസത്തിൽ പോലും രാഷ്ട്രീയമുള്ളത് കൊണ്ട് കടന്നു അത്തരം കാര്യങ്ങൾ വർത്തമാനത്തിൽ വരാൻ സാധ്യതയുള്ളൂ, ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിലെല്ലാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാനത് കടന്ന് ഒരു കാരണവശാലും വരാതിരിക്കാനായി തന്നെ ഞാൻ ഒരു ആരോപണങ്ങളിലേക്കും അത്തരത്തിലുള്ള ഏതെങ്കിലും വാദമുഖങ്ങളിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ലാൽ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിലിരുന്നാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ജമ്മു കാശ്മീരിൻ്റെ ചരിത്രം എന്നതും അതിൻ്റെ സാമൂഹികമായ ചുറ്റുപാടുകളും ഒപ്പം അതിൻ്റെ രാഷ്ട്രീയം മറ്റൊരു കാര്യമാണ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഒക്കെ ഉണ്ട്. എത്തിച്ചേരാൻ വളരെ ദുർഗമമായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളതാണ്. അവിടെ അധിവസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതം എന്നത് തന്നെ വളരെ ദുസ്സഹമാണ്. ഞാൻ ഒരു മിനിറ്റ് മാത്രം എടുക്കുകയാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ. നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഗായകൻ ശ്രീ വേണുഗോപാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, പ്രസിദ്ധനായ നമ്മുടെ ഗായകൻ, എൻ്റെ പ്രായമാണ് വേണുവിന്, ഞാനും വേണുവും ഒരുമിച്ചാണ് UPSCയുടെ ഇൻ്റർവ്യൂവിന് ഡൽഹിയിൽ പങ്കെടുക്കുന്നത്. വേണു പങ്കെടുത്ത വിഭാഗത്തിൽ മ്യൂസിക്കിൽ വേണുവിന് പ്രോഗ്രാം എക്സിക്യൂട്ടീവിൽ 1ാം റാങ്കായിരുന്നു. വേണുവിന് സെലക്ഷൻ കിട്ടി. രാഷ്ട്രീയമായ കാരണത്താൽ അന്ന് കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഡബിൾ വെരിഫിക്കേഷനാണ്. ഫീച്ചേഴ്സ് ആൻഡ് സ്പോക്കൺ വേർഡ്സിൽ ഞാനായിരുന്നു 1ാം റാങ്കുകാരൻ. എനിക്ക് ആ ജോലി കിട്ടിയില്ല. അത് കിട്ടാത്തത് കൊണ്ട് ഒരു പക്ഷേ അത് നിയോഗമായിരിക്കാൻ ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമായ അഭിഭാഷകനായി അത്തരത്തിൽ വന്നു. വേണുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അത് മാത്രം ഞാൻ ഈ ഒരു വേളയിൽ ഞാനൊന്ന് പറയാം. വേണുവിൻ്റെ അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. വേണു പറഞ്ഞിരിക്കുന്നത്, ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യുകയാണ്: സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇന്നലെ അരങ്ങേറിയിരിക്കുന്നത്. വിനോദയാത്രികരുടെ പറുദീസ എന്ന പദവി ഇതോടെ കാശ്മീരിന് നഷ്ടമാകുമോ? ഹൂ ഓർ വിച്ച് ഫോഴ്സസ് ആർ ബിഹൈൻഡ് ദിസ് ഡാസ്റ്റാർഡ്ലി ആക്ട്? ഭീരുത്വം എന്നാണ് ഡാസ്റ്റാർഡി എന്ന്. ചരിത്രം കണ്ണുനീരും കഷ്ടപ്പാടുകളും മാത്രം കനിഞ്ഞു നൽകിയ പ്രദേശങ്ങളിലൊന്നാണ് കാശ്മീർ. മനോഹരമായ ഭൂപ്രദേശവും വളഭൂയിഷ്ടമായ മണ്ണും കൃഷിയും അതിസൗന്ദര്യമുള്ള പ്രദേശനിവാസികളും, എന്നാലും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമേ ഇവിടെ കാണാൻ കഴിയൂ. ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുന്ന വെടിവെച്ചകളും. 1997 ആദ്യമായി ഒരു പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി ജമ്മു കാശ്മീരിലേക്ക് പോയി ഒരു 6-7 ദിവസക്കാലം അവിടെ അതിർത്തി പ്രദേശങ്ങളിലടക്കം സന്ദർശിച്ചിട്ട് തിരിച്ചു വന്ന് പണിനീർ പൂന്തോട്ടത്തിൻ്റെ കാവൽക്കാർ എന്ന ഒരു കൃതി ഞാൻ എഴുതിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന അതേ കാര്യങ്ങളാണ് വേണു എഴുതിയിട്ടുള്ളത്. ഇവിടെ പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രത്തെ ഇന്ത്യയുമായി തുലനം ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ചില ഈ ടെലിവിഷൻ മാധ്യമങ്ങളിലൊക്കെ ഇന്ത്യയുടെ ആയുധ ബലത്തെക്കുറിച്ച് അപ്പുറത്തെത്രയുണ്ട്, ഇപ്പുറത്തെത്രയുണ്ട്, നമുക്കെത്ര പോർ മുനകൾ, ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട്, ഇനി എത്ര പെട്ടെന്ന് നിർമ്മിക്കാനായി കഴിയും, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ. ഇതെല്ലാം ഈ കുട്ടികളിരുന്ന് കളിക്കുന്നത് പോലെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചല്ല. ഇന്ത്യ പോലൊരു രാഷ്ട്രത്തിൽ നമ്മളിതിനെ ഈ ഒരു വാർ യൂഫോറിയ ഉണ്ടാക്കലല്ല വേണ്ടത്. ഭീകരവാദത്തെ മുളയിലെ നുള്ളിക്കളയണം, ഭീകരവാദത്തെ ചെറുക്കണം, ഭീകരവാദത്തെ തുടച്ചു നീക്കണം.
അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുക തന്നെ വേണം. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഗവൺമെൻറ് എടുക്കുന്നതായിട്ടുള്ള അത്തരം കാര്യങ്ങൾ അതെല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയോടുകൂടി തന്നെ നമ്മുടെ രാഷ്ട്രം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അത്തരം കാര്യത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നും അത്തരം കാര്യങ്ങളിലില്ല. ഇപ്പം ജലം, ഡോക്ടർ ലാലി ചോദിച്ചൊരു കാര്യത്തിന് ജലം പകരം ചോര കൊണ്ട് ഞങ്ങൾ എന്നൊക്കെ, അതൊക്കെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള അപക്വമായിട്ടുള്ള ഇത്തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനായി കഴിഞ്ഞേക്കും. എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ സൈനിക നേതാക്കൾ എന്തൊക്കെ പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടിയാലും ആ ജനതയ്ക്ക് എന്തെല്ലാം ദ്രോഹങ്ങൾ തന്നെ ചെയ്തു വച്ചിരുന്നാലും ഈ ഇത്തരത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരം കത്തിപ്പടർത്തി നിർത്തിയാൽ അവർ ചിലപ്പോൾ അതെല്ലാം ക്ഷമിച്ചേക്കുമെന്നുള്ളതാണ്. ഞാൻ അതുകൂടി പറഞ്ഞങ്ങ് നിർത്താം, ക്ഷമിക്കണം ഞാൻ ആ സമയമെടുക്കുന്നതിന്. ഇപ്പോൾ മാതൃഭൂമി ബുക്സിന് വേണ്ടി പരിഭാഷപ്പെടുത്തി വന്നിട്ടുള്ളൊരു പുസ്തകത്തിൽ ഈ പാകിസ്ഥാനിൽ ഒരുപാട് വർഷക്കാലം ജീവിച്ച് തിരിച്ചു വന്ന് ഇന്ത്യൻ പത്രപ്രവർത്തകനായ ശ്രീ കേശവ മേനോൻ രചിച്ച പുസ്തകം പാകിസ്ഥാൻ എന്ന പാഠം എന്ന പുസ്തകം, അതിലിതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ പാകിസ്ഥാനിലെ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ളവർ എത്ര നാൾ ഉണ്ടായിരിക്കണമെന്ന്, അവർ എങ്ങനെ വധിക്കപ്പെടണമെന്ന്, അതെല്ലാം അവർ നാട് വിട്ട് അവരെ പോകാൻ അനുവദിക്കണമോ എന്ന് ഇതെല്ലാം തീരുമാനിക്കുന്നത് സൈനിക മേധാവികളാണ്. സൈനിക മേധാവികളെന്ന് പറഞ്ഞാൽ ആർമിയാണ്, മറ്റുള്ളതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല പാകിസ്ഥാനിൽ. അടുത്തത് അവിടുത്തെ കരസേനയെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് പല മാഫിയ സംഘങ്ങളും അതുപോലെ സൈന്യത്തിന് പുറത്തുള്ളവരുമാണ്. ആത്യന്തികമായി പാകിസ്ഥാൻ പട്ടാളത്തിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ഡോക്ടർ ലാൽ? ആത്യന്തികമായി പാകിസ്ഥാൻ പട്ടാളത്തെ നിയന്ത്രിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അതെ, അമേരിക്കയാണ് ആത്യന്തികമായി അവിടെ ആ സൈന്യത്തെ നിയന്ത്രിക്കുന്നത്. വിരലിഞ്ഞൊടിച്ചാൽ എന്ത് നടത്തണമെന്ന് അത്തരത്തിൽ പാവ കളിക്കുന്നത് പോലെ അതിനെ കളിപ്പിക്കാൻ നന്നായിട്ട് അവർക്ക് അറിയാം, ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഇന്ത്യക്കെതിരായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം നാം മറന്നു പോകരുത്. സാമ്രാജ്യത്വത്തിൻ്റെ കയ്യിൽ ഒരു കരുവായി പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ മാറുമ്പോൾ അവിടുത്തെ സിവിലിയൻ ഗവൺമെൻറ് വിറയ്ക്കുകയും ജനങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുകയും അവരെ ഇന്ത്യയാണ് നിങ്ങളുടെ ശത്രു എന്ന നിലയിലേക്ക് അവരെ വരുത്താനും, എന്നിട്ട് ആ ജനങ്ങൾക്ക് മറ്റ് രാഷ്ട്രങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും സഹാനുഭൂതിയും പിന്തുണയും അത്തരത്തിൽ നേടിയെടുക്കാനുള്ള ശ്രമവുമെല്ലാം ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭീകരാക്രമണം എന്നത് ആകാശത്ത് നിന്ന് ഭീകരവാദികൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് ഭൂമിയിൽ നിന്നിങ്ങനെ പൊന്തി വന്നതൊന്നുമല്ല, അത് ഉൽപ്പന്നമാണ്. അത് കൃത്യമായി അതിനെ അങ്ങനെ തന്നെ ഫ്രാങ്കൻസ്റ്റീനെ അത്തരത്തിൽ നിർമ്മിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരല്പസമയം കൂടുതലെടുത്തെങ്കിലും അവസാനം എത്തിച്ചേർന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത് തന്നെയാണെന്ന് കരുതുന്നു. ശ്രീമതി CV സജിനി, ഇത് നോക്കൂ, നമുക്ക് നമ്മുടെ രാജ്യം എങ്ങനെയൊക്കെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷേ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഈ കൂട്ടത്തിൽ വരും. നമ്മൾ ചെയ്യുന്നതിനെ ഒന്ന് വിലയിരുത്തി പോകും. അതൊരു പക്ഷേ കുറച്ചുകൂടി നന്നായി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചേക്കും. ആ ചർച്ചയും ഉണ്ടാകും. നമ്മൾ രാജ്യത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സംഭാഷണങ്ങളിലേക്കാണ് കടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ചരിത്രമുണ്ട്. പാകിസ്ഥാനെ എങ്ങനെയൊക്കെയാണ് ദുരുപയോഗം ചെയ്തത് അമേരിക്കയെ പോലുള്ള ശക്തികൾ എന്നുള്ളത് ഡോക്ടർ സമ്പത്ത് ഇവിടെ പറഞ്ഞു വെച്ചത് കൃത്യമാണ്. നമുക്ക് തന്നെ അഭിപ്രായങ്ങൾ മുൻപുള്ളതാണ്. നമ്മുടെ രാജ്യം ആ ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ആയുധങ്ങൾ കൊടുത്ത് തീവ്രവാദികളെ വളർത്തിക്കൊണ്ടിരുന്നത് ആരാണ് എന്നത് നമ്മൾ എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നാൽ അതേസമയം നമുക്കിപ്പോൾ ഈ അമേരിക്കയെപ്പോലുള്ള രാജ്യവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ തന്നെ നടന്ന ചർച്ചയിൽ പല വിദഗ്ധരും പറയുന്നുണ്ടായിരുന്നു. അമേരിക്കയോടുള്ള നമ്മുടെ ബന്ധം മൂലം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നതിൽ നമ്മൾ ചരിത്രത്തെ മറന്നുള്ള ചില നടപടികൾ എടുത്തേക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അവർക്ക് ചില ഉത്തരങ്ങൾ കൊടുക്കാനാകുമോ? നമ്മുടെ രാജ്യം പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ നിൽക്കുകയാണോ? സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ ചോരയ്ക്ക് പകരം ചോര എന്നത് നമ്മുടെ നയമാണോ? ചോരയ്ക്ക് പകരം
മുട്ടിക്കുമോ എന്ന കൈരളി ടിവിയുടെ ഈ ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം തന്നെ അങ്ങേയറ്റം അപലപനീയമാണ്. കാരണം ഈ പഹൽഗാമിൽ ചോര ചീന്തിയ ആ 26 നിഷ്കളങ്കരായ ടൂറിസ്റ്റുകളോട്, അവരുടെ ബന്ധുക്കളോട്, അവരുടെ ആത്മാവിനെ, അവരുടെ ആത്മാഭിമാനത്തെ ചീന്തുന്ന, അപമാനിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കൈരളി ടി വിയിലെ ഈ ചർച്ചയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. നിഷ്കളങ്കരായ മനുഷ്യരുടെ പുറത്ത് ഇത്തരത്തിലുള്ള അത്യന്തം ഭീകരമായ ബാർബേറിക് എന്ന് തന്നെ നാം പറയേണ്ട ഒരു മസാക്രെ, ഒരു ആക്രമണം നടത്തിയ, കൊലപാതകം നടത്തിയ ആ തീവ്രവാദികളോട്, അതിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് നാം മറുപടി പറയണ്ടേ, ചോദിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഈ ഗാസയിലും മറ്റും കണ്ട കണ്ണീർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കാണാത്തത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. അതായത് ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഈ ഭാരതം ഒരു വികസനത്തിൻ്റെ കുതിപ്പുമായി മുന്നേറുമ്പോൾ, അതോടൊപ്പം കാശ്മീരും വികസനത്തിൻ്റെ പാതയിലാണ്. അവിടെ കോടിക്കണക്കിനായിട്ടുള്ള ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് എത്തുന്നു. അവരുടെ സമ്പദ് വ്യവസ്ഥ കുതിക്കുകയാണ്. അവിടുത്തെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമൊക്കെ കലാലയങ്ങൾ പോകുന്നു, ജോലിക്ക് പോകുന്നു. ഈ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുവാൻ ഈ ISI പോലെയുള്ള അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾക്ക് സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികൾ അവിടെ ഒരു അറ്റാക്കിന്, ഒരു വിഫല ശ്രമം എന്ന് തന്നെ ഞാൻ പറയാം. നടന്നത് വളരെ ഭീകരമാണെങ്കിലും സങ്കടകരമാണെങ്കിലും അത് ആ അറ്റാക്ക് അതൊന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമുക്കിത് നോക്കിയാൽ അറിയാം. ശ്രീനഗർ നോക്കൂ, ഇന്ന് വലിയ ടൂറിസ്റ്റ് ഫ്ലോ ആണുള്ളത്. അതായത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ ഭാരതത്തിൻ്റെ സർക്കാരിനെ, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണിത്. അതുകൊണ്ട് ഒരു പാകിസ്ഥാൻ വിചാരിച്ചാൽ, ഏതൊക്കെയോ ചില തീവ്രവാദ ശക്തികൾ വിചാരിച്ചാൽ കശ്മീരിനെ ഇല്ലാതാക്കുവാനും അത് ഈ രാജ്യത്തെ, ഭാരതത്തെ ഇല്ലാതാക്കുവാനും ഒന്നും സാധിക്കുകയില്ല എന്നത് എല്ലാവരും, ലോകവും രാജ്യത്തിനകത്ത് നിന്ന് തന്നെ രാജ്യ താല്പര്യത്തിനെതിരായി സംസാരിക്കുന്നവരും എല്ലാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ശരി, ഒരൊറ്റ മിനിറ്റ് ശ്രീമതി CV സജനി, ഒറ്റ മിനിറ്റ്. ഇപ്പോൾ ഒരല്പ തെറ്റിദ്ധാരണയോട് കൂടിയാണ് താങ്കൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങിയത്. ഇതിൻ്റെ തലക്കെട്ട് ചോരയ്ക്ക് പകരം വെള്ളം കൂടി മുട്ടിക്കുമോ എന്നതാണ്. പക്ഷേ അത് താങ്കൾ വിശദീകരിച്ചതുപോലെ അല്ല. ചോരയെക്കുറിച്ച് ഇന്ന് പറഞ്ഞത് പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയാണ്. അവിടെ ആ സിന്ധു നദിയിലൂടെ വെള്ളം തന്നില്ലെങ്കിൽ ഒഴുകാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ രക്തമായിരിക്കുമെന്ന് പറഞ്ഞത് ഈ മുൻ മന്ത്രിയാണ്. അങ്ങനെ പറഞ്ഞതിന് പകരം നമ്മൾ അവർക്ക് തിരിച്ചടി കൊടുക്കുമോ, നമ്മൾ അവരുടെ വെള്ളം കൂടി മുട്ടിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഈ ചർച്ചയുടെ ചോദ്യവും. അങ്ങനെ വെള്ളം കൂടി മുട്ടിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. ഇന്നലെ 1 മണിക്കൂർ നടന്ന ഞങ്ങളുടെ ചർച്ചയിൽ വിദഗ്ധരായ പലരും പറഞ്ഞത് അങ്ങനെ വെള്ളം കൂടി ഉടനെ മുട്ടാൻ പോകുന്നില്ല എന്നാണ്. ഈ തീരുമാനം ഇപ്പോൾ എടുത്തെങ്കിലും അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ഇത് അന്താരാഷ്ട്ര കരാറാണ് എന്നാണ്. ഇതിങ്ങനെ കയ്യടി വാങ്ങാൻ പറഞ്ഞു പോകാമെന്നല്ലാതെ പെട്ടെന്ന് അങ്ങനെ വെള്ളം കൂടി മുട്ടിക്കാനാകില്ല എന്നാണ്. ഇങ്ങനെ രക്തമൊഴുക്കുമെന്ന് പറഞ്ഞ, ഇന്ത്യക്കാരുടെ രക്തമൊഴുക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻകാരുടെ വെള്ളം കൂടി മുട്ടിക്കാനെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവരുടെ വെള്ളം കൂടി മുട്ടിക്കൽ മാത്രമല്ല, ആ രാജ്യം ഒരു വലിയ തകർച്ചയിലേക്ക് പോകും. അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവും. നമുക്കത് കാത്തിരുന്ന് കാണാം. നോക്കൂ, ഇവിടെ ഈ നദീജലം അത് തടുത്തു നിർത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. നോക്കൂ, ചനാബ് നദിയിലെ ഒഴുക്ക് ഇന്ന് ഏതാണ്ട് പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചോരയ്ക്ക് ഈ ഒരൊറ്റ ദിവസം കൊണ്ടാണോ, ഇന്നലത്തെ പ്രഖ്യാപനം കൊണ്ടാണോ, ഈ ഒറ്റ ദിവസം കൊണ്ടാണോ ഈ ഒഴുക്ക് ഇങ്ങനെ കുത്തനെ ഇടിഞ്ഞത്? അല്ല, അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതായാലും ചനാബ് നദിയിൽ നിന്നുള്ള പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് പരിശോധിക്കാം. അതാണ് ഞാൻ ചോദിച്ചത്. സജിനി ചോദിച്ചത് ഇതാണ്, നിങ്ങൾ ഇന്നലെ എടുത്ത നടപടികളുടെ ഫലമായിട്ടാണോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ അങ്ങനെ കുറഞ്ഞത് എന്നാണ് എന്റെ ചോദ്യം.
ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് അതില്ലാതാവില്ലല്ലോ. അതായത് വേണ്ടി വന്നാൽ പാകിസ്ഥാന്റെ പുറത്തെ ചോരയ്ക്ക് പകരം ചോര മാത്രമല്ല, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് തീവ്രവാദം നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് പാകിസ്ഥാനോടും അവർ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലുൾപ്പെടെയുള്ള മുഴുവൻ തീവ്രവാദ സംഘടനകൾക്കും കൊടുക്കുന്ന വലിയ താക്കീതാണ്. കാരണം ഭാരതത്തിലെ ലക്ഷ്യം ഭാരതത്തിലെ തീവ്രവാദം മാത്രമല്ല, ലോകത്തിലെ മുഴുവനുള്ള ആ തീവ്രവാദത്തിന്റെ ആ വേരുകളുണ്ടല്ലോ അത് അരിഞ്ഞു കളയുക എന്നത് തന്നെയാണ്. ഇവിടെ ആ തീവ്രവാദത്തിന്റെ വേരുകൾ അരിഞ്ഞു കളയേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കൊപ്പമുണ്ട്, സർക്കാരിനൊപ്പമുണ്ട്. ഈ കാര്യത്തിൽ ഈ ചർച്ചകളിൽ നമ്മളൊക്കെ അതിനുവേണ്ടി തന്നെയാണ് വാദിക്കുന്നതും. അതിന് പിന്നോട്ട് പോകാനല്ല, പാകിസ്ഥാൻ മുന്നോട്ട് വരട്ടെ എന്നുള്ളതല്ല നമ്മുടെ ചിന്ത. അങ്ങനെ ഉള്ള തീവ്രവാദികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ തീവ്രവാദികളെ ഇല്ലാതായിരിക്കുന്നു. കാശ്മീർ ഇനി താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീനഗറിലേക്ക് ഇന്ത്യ സർക്കാരിനെ വിശ്വസിച്ച് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ആ വിശ്വാസം ഉണ്ടായിരുന്ന നമ്മളെപ്പോലുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ വെമ്പി നിൽക്കുന്നവരായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ പോയിട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ ജീവൻ പോയ രാമചന്ദ്രൻ അങ്ങനെ കരുതി പോയതാണ് കാശ്മീരിലേക്ക്. അവിടെ നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ച് ശ്രീനഗറിലേക്ക് കാശ്മീരിലേക്ക് പോയ ആളുകൾക്ക് ജീവൻ പോയത് ആരുടെ വീഴ്ചയാണെന്ന് ചോദിക്കേണ്ടത് നമ്മൾ ഈ ഘട്ടത്തിൽ. താങ്കൾ പറഞ്ഞ ആ തീവ്രവാദത്തെ ഇല്ലാതാക്കിയത് കൊണ്ടാണോ അത് സംഭവിച്ചത്? തീവ്രവാദം ഇല്ലാതായിരുന്നോ? അല്ല, നിങ്ങൾ നോക്കൂ, ശ്രീനഗറിൽ ഇന്നത്തെ നിങ്ങൾ ടൂറിസ്റ്റ് ഫ്ലോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഇന്നും ധാരാളമായി ടൂറിസ്റ്റുകൾ ശ്രീനഗർ ഉൾപ്പെടെയുള്ളതിലേക്ക് വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായോ, എന്തെങ്കിലും സുരക്ഷിതത്വത്തിന് ഒരു വീഴ്ച ഉണ്ടായോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം ഓർക്കുക, ആരാണ് കശ്മീർ ഭരിക്കുന്നത്? അവിടുത്തെ ലോക്കൽ ബോഡി ആരാണ്? ഈ ഇന്ത്യ സഖ്യമാണല്ലോ അല്ലേ? ആ ഇന്ത്യ സഖ്യമാണല്ലോ അല്ലേ? അത് നിങ്ങൾ സുരക്ഷയുടെ കാര്യത്തിൽ, ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ അവർക്ക് എന്ത് റോൾ? അല്ല, ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് യാതൊരു റോളുമില്ലേ? അങ്ങനെയാണെങ്കിൽ പക്ഷെ ആ റോൾ അവിടുത്തെ സർക്കാരിനുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഒന്ന്. രണ്ടാമത്തത്, ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട ക്രോസ് ബോർഡർ ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രാദേശിക സർക്കാരിന് എന്ത് റോളാണുള്ളത്? അല്ല, പ്രാദേശിക സർക്കാർ ഇത്തരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങളൊക്കെ തുറന്നു കൊടുത്തപ്പോൾ അത് വേണ്ട രീതിയിൽ അറിയിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ സർക്കാർ അത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. അത് അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരിക തന്നെ ചെയ്യും. പക്ഷെ ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ചീന്തിയ ആ ചോരയ്ക്ക് തീർച്ചയായിട്ടും അതിശക്തമായി നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള തിരിച്ചടി നൽകും. ഈ പറയുന്ന ഈ ജലയുദ്ധമുണ്ടല്ലോ, അതൊക്കെ അതിലൊന്നാണ്. ഒന്നാമത് പാകിസ്ഥാനിൽ ഓൾറെഡി അവിടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളാണ്. തൊഴിലില്ല, പണമില്ല, ജനങ്ങളുടെ ഇടയിൽ വലിയ ആഭ്യന്തരമായ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജലയുദ്ധം അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. നമ്മൾ അതിനെ ആഘോഷിക്കണോ വേണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് ഓരോരുത്തർക്കും തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ 26-27 പേരുടെ ജീവനെ നഷ്ടപ്പെടുത്തിയ പഹൽഗാമിലെ ആ കൂട്ടക്കൊല ഉണ്ടായത് എന്തുകൊണ്ട്, ആ കൂട്ടക്കൊലക്കുള്ള മറുപടി എന്ത് എന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്, ഇതാണ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരാം സി വി സജിനി. മറുപടി ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ കാണുക തന്നെ ചെയ്യും. എല്ലാ തരത്തിലുള്ള മറുപടി ഉണ്ടാവും. ശരി, അത് കാണാനിരിക്കുന്ന പൂരമാണ് എന്നാണ് സജിനി പറയുന്നത്. ഞാൻ അതിനൊരു മറുപടി കൂടി ഡോക്ടർ സമ്പത്തിൽ നിന്ന് എടുത്തിട്ട് ഡോക്ടർ മേജർ ജനറൽ ബക്ഷിയെ കൂടി നമുക്കൊന്ന് ശ്രമിക്കാം ഈ ഘട്ടത്തിൽ. ഡോക്ടർ സമ്പത്ത്, ഇതാ നോക്കൂ, നദിയിലെ വെള്ളം ഒരൊറ്റ രാത്രി കൊണ്ട് കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. ഇതാ ശ്രീനഗറിലേക്ക് ഇപ്പോഴും ഈ ഘട്ടത്തിലും കുത്തിയൊലിച്ചൊഴുകുന്ന ടൂറിസ്റ്റുകളുടെ ആ ഒരു ഒഴുക്ക്, ഇതൊക്കെ ഇപ്പോഴും പറയുന്നു. കാണാനിരിക്കുന്ന പൂരത്തെക്കുറിച്ച് സജിനി പറയുന്നു. ഇതാണ് ഞാൻ ആ ചോദ്യം നേരത്തെ ചോദിച്ചത്. ഇത് നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ട ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിശ്വസിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? ഡോക്ടർ ലാൽ, ഞാൻ നമ്മുടെ പ്രിയ സഹോദരി സജനി പറഞ്ഞ വാചകങ്ങൾക്ക് ഞാൻ അതേ ഭാഷയിൽ മറുപടി പറയാനായി ഈ വേള ഉപയോഗിക്കുന്നില്ല.
കാരണം അവിടെ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരീ സഹോദരന്മാർ, അവരെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു കാശ്മീരി ചെറുപ്പക്കാരൻ. ഒരു ദിവസം അയാൾക്ക് സ്വന്തമായൊരു കുതിര പോലും ഇല്ല. അയാളൊരു തൊഴിലാളിയായി പണിയെടുക്കുന്ന അയാൾക്ക് ഒരു പക്ഷേ ഒരു ദിവസം എത്ര 250-300 കേരളത്തിൽ അറിയാമല്ലോ, ഇവിടെ ഈ അഖിലേന്ത്യാ ശരാശരി മിനിമം വേതനത്തേക്കിൻ്റെ അതിൻ്റെ ഒരു ഇരട്ടിയും കൂടി ഇവിടെ 850 രൂപയ്ക്കോ ആളെ കിട്ടുന്നില്ല അവരെ പോലും. ഒരു 300 രൂപ തികച്ചു പോലും കിട്ടാത്ത ആ മനുഷ്യന് ടിപ്പുകളായി അത്തരത്തിൽ ഈ നമ്മുടെ കുതിരസവാരിക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ കൊടുക്കുന്നത് വെച്ചിട്ടാണ് ആ കുടുംബം പുലരുന്നത്. സജനി പറഞ്ഞതൊക്കെ വെച്ച് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതുവഴി കുതിരയെ ഓടിച്ച് വന്നപ്പോൾ മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണെന്ന് എഴുതിയതും പിന്നീട് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രകീർത്തിച്ചെഴുതിയതുമായിട്ടുള്ള ഒരു താഴ്വാരം, ആ താഴ്വാരത്തിനെ കാശ്മീരിൻ്റെ താഴ്വാരങ്ങളെ പണിനീർപ്പൂന്തോട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതായിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും ഭാഗമായി എനിക്ക് ഭാഗ്യം ലഭിച്ചത് ഒരു 5 തവണയെങ്കിലും അവിടെ പോയി കാണാനും ജനങ്ങളോട് ഇടപെടാനും അവരോട് വർത്തമാനം പറയാനും ജീവിതം അറിയാനും അതിർത്തികളിൽ പണിയെടുക്കുന്ന നമ്മുടെ സൈനികരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം അവസ്ഥ. നമുക്ക് ദേശസ്നേഹത്തെക്കുറിച്ചെല്ലാം പ്രസംഗിച്ച് വല്ലാതെ വിജൃംഭിതമായി അത്തരത്തിൽ ഇങ്ങനെ സിംഹഗർജനം പോലെയെല്ലാം നെഞ്ചുവിരിച്ച് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞ് അഭിമാനിച്ച് അത്തരം കാര്യങ്ങളല്ല അതും പറയാതല്ല. ഞാനും അഭിമാനിക്കുക തന്നെയാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യയുടെ ഈ നമ്മുടെ കരുത്തിൽ നമ്മൾ അഭിമാനിക്കുക തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെൻറ്റിൻ്റെയും അതിൻ്റെ ഒരു പ്രത്യേക കഴിവെന്നുള്ളതിൻ്റെ അല്ല, ഇന്ത്യ എന്നുള്ളത് കൊണ്ടാണ്. 6 നദികൾ ലാലയം, അതിൽ 3 നദികളെ ഈസ്റ്റേൺ റിവേഴ്സ് എന്നും 3 നദികളെ വെസ്റ്റേൺ റിവേഴ്സ് എന്നുമാണ് വിശേഷിപ്പിക്കുക. അതിൽ ഈ റാവി, ബിയാസ്, സത്ലജ് ഈ 3 നദികളെ വിശേഷിപ്പിക്കുന്നത് ഈസ്റ്റേൺ റിവേഴ്സ് എന്നാണ്. സജനി ഇവിടെ വിശേഷിപ്പിച്ച ഇതിൽ ഇപ്പോൾ ഈ ചെനാബ്, ഝലം, അത് പിന്നെ സിന്ധു, ഇൻഡസ്, അതിന് വെസ്റ്റേൺ റിവേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുക. നമ്മൾ ഈ ഒരു കരാറിനെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ നമ്മളത് മരവിപ്പിച്ചു, അതൊക്കെ എടുക്കേണ്ട ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവിടെ ഈ യെസ് എന്നും നോ എന്നുമുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചല്ല അന്തർദേശീയ തലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ അത്തരത്തിൽ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും ഇത്തരം ചർച്ചകളിലും യെസ്സും നോയും എല്ലാം പറഞ്ഞ് നമുക്ക് അത്തരത്തിൽ കാര്യം മുഖമടച്ച് പലതും പറയാം. അവിടെ യെസ്സും നോയും ഒന്നുമല്ല, വരികൾക്കിടയിൽ വായിക്കലാണ് പലപ്പോഴും സംഭവിക്കുക. പലപ്പോഴും ഈ ഔദ്യോഗികമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളല്ലാതെ മറ്റ് നയതന്ത്ര ബന്ധങ്ങളുടെ അനൗദ്യോഗികമായ ചാനലുകൾ ഉപയോഗിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടി എന്നുകൂടി ഞാൻ പറയാം ലാലിനോട്. US അൽ ഖ്വയ്ദയുടെ ആക്രമണം നടന്നത് അപ്രതീക്ഷിതമാണ് എന്ന് സജനി വിശ്വസിക്കുന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന എൻ്റെ മുന്നിൽ കൂടി കടന്നു വന്നത്, കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, അനുഭവിച്ചത് എല്ലാം ഒരുപക്ഷെ എൻ്റെ ജീവിത അവസാന കാലത്ത് പോലും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. 1996-97 തന്നെ ഞങ്ങൾക്ക് പാർലമെൻറ്റ് അംഗങ്ങൾക്കറിയാമായിരുന്നു ഇന്ത്യ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയുടെ നിർമ്മാണത്തിൻ്റെ പണിപ്പുരയിലാണ് എന്ന്. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന്, എവിടെയാണ് എന്ന്, എത്ര ശതമാനം വരെയായി എന്ന് നീറ്റിലിറക്കുമെന്ന് ഒരു പാർലമെൻറ്റ് അംഗങ്ങളും ഇൻ ക്യാമറ മീറ്റിങ്സാണ്. അന്നത്തെ നേവിയുടെ അധിപനായിരുന്ന നേവൽ ചീഫ് അഡ്മിറൽ വിഷ്ണു ഭഗവത്താണ്. ഞങ്ങളൊരിക്കലും ചോദിച്ചിട്ടില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവരോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ളപ്പോഴും ആരും ഇത്തരം കാര്യങ്ങൾ പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു. ഇത് മാത്രമല്ല, സജനി പറഞ്ഞത് സജനിയുടെ ശ്രദ്ധയിലേക്കൊക്കെ വന്നിട്ടില്ലാത്തതടക്കം ഇനിയും നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും അന്ന് ചർച്ച ചെയ്തിട്ടുള്ളതും ആ ചർച്ച രേഖപ്പെടുത്താതെ പോയിട്ടുള്ളതും പലതുമുണ്ട്. 9/11 ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് US നേരത്തെ വിവരം കിട്ടിയിരുന്നില്ല എന്ന് ലാൽ വിശ്വസിക്കുന്നുണ്ടോ? താലിബാനിൽ നിന്നാണ് ആദ്യത്തെ വിവരം കിട്ടുന്നത്. ലാൽ അറിയണം, അൽ ഖ്വയ്ദയും താലിബാനും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉടലെടുക്കുന്ന കാലത്ത് അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ ഇത്തരത്തിൽ വന്നത് താലിബാനിൽ നിന്ന് US അവർക്ക് അവരുടെ ചാരന്മാർ എന്ന് ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം, അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം വിവരം കിട്ടി. എടുക്കേണ്ടതായ നിലപാടുകൾ, നടപടികൾ ആ ജാഗ്രത പുലർത്തിയില്ല. ഇവർക്കൊന്നും ചെയ്യാനായി കഴിയില്ല എന്നാണ് അന്ന് CIA ഉന്നത കേന്ദ്രങ്ങളിൽ പോലും ഉണ്ടായിരുന്ന ധാരണ. പിന്നീട് എന്ത് സംഭവിച്ചു? മൊസാദിൽ നിന്ന് വിവരം കിട്ടിയപ്പോഴത്തേക്ക് താമസിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ആദ്യം കിട്ടിയത് താലിബാനിൽ നിന്നാണ്.
ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഇവിടെ ഈ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം കിട്ടിയിരുന്നില്ലേ? യെസ്, കിട്ടിയിരുന്നില്ലേ? ആ വിവരം സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ ഏറ്റവും തലപ്പത്തുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം കൊടുത്തിരുന്നില്ലേ? എന്താണ് ചുമതല നിർവഹിച്ചത്? രാഷ്ട്രീയ തീരുമാനങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ എന്താ ചെയ്തത്? അതെ. കോവിഡ് കാലത്തിന് ശേഷം ഇപ്പോൾ ശ്രീ ബക്ഷി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഹി നോസ് മച്ച് ബെറ്റർ ദാൻ മീ. ഇന്ത്യയുടെ ബിക്കോസ് ദർ വാസ് നോ റിക്രൂട്ട്മെൻറ്റ് സിൻസ് ദ കോവിഡ് എപ്പിഡമിക്. ഏതാണ്ട് 1.5 ലക്ഷം വേക്കൻസികളാണ് ഇന്ത്യയുടെ പട്ടാളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. അഗ്നിവീർ പദ്ധതിയിൽ നിങ്ങൾ ഡ്രൈവർമാരെ, കോബ്ലർമാരെ, മെക്കാനിക്കുകളെ, ഈ കാർപ്പൻറ്റർമാരെ എല്ലാം നിയോഗിച്ചാൽ അങ്ങനെയൊന്നും പട്ടാള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ വിധത്തിൽ അങ്ങനെ കൃത്യമായ പരിശീലനം ലഭിച്ച് അങ്ങനെ ഡൈഹാർഡായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥരായിട്ടുള്ള അതിൽ അഭിമാനിക്കുന്ന അത്തരത്തിലുള്ള അവർ പട്ടാളത്തിൽ അങ്ങനെ തോക്കെടുക്കാൻ, ഉന്നം പിടിക്കാൻ, വെടിവെക്കാൻ, ഒരു വെടിയുണ്ട പോലും പാഴായി പോകാതെ ഇരിക്കാൻ, തൻ്റെ ജീവൻ അത് ബലി കൊടുത്തുകൊണ്ട് പോലും മാതൃഭൂമിയെ രക്ഷിക്കാൻ, തൻ്റെ ജനങ്ങളെ രക്ഷിക്കാൻ അങ്ങനെ പോകേണ്ടതായിട്ട് പട്ടാളക്കാർ എവിടെ? 1.5 ലക്ഷം ആളുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷിയിൽ ദ 4th ലാർജസ്റ്റ് മിലിറ്ററി ഫോഴ്സ് ഇൻ ദ വേൾഡ്, ആൻഡ് വി സ്റ്റിൽ ലാക്ക് അറൗണ്ട് 1.5 lakhs ഓഫ് പീപ്പിൾ, അല്ലേ? ട്രെയിൻഡ് സോൾജേഴ്സ്. Yes. നമ്മൾ പറയുകയാണ് ഒരുപാട് അക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ തന്നെയാണ് ഞാൻ GD ബക്ഷിയെ കൂടി ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. മേജർ ജനറൽ GD ബക്ഷി 40-40 വർഷത്തെ മിലിറ്ററി സേവനമുള്ള ആളാണ്. അദ്ദേഹം ജമ്മു കാശ്മീരിൽ തന്നെ ഈ സേവനമനുഷ്ഠിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാവുന്ന ഒരാളാണ്. മേജർ ജനറൽ GD ബക്ഷി, വെൽക്കം ടു ദിസ് ഷോ ന്യൂസ് ആൻഡ് വ്യൂസ്. യു നോ ദാറ്റ് ടുഡേ Pakistan's former overseas minister, Bilawal Bhutto, he was saying either our water will flow or their blood, means Indians' blood, will flow. In reaction to our step, our retaliation, India government's retaliation step, that Indus water agreement is suspended. What is your comment on that? The government of India has taken a whole of the government approach. We are putting pressure on all fronts and by all possible means. The first one of them was economic warfare, wherein we have abrogated, held in abeyance the Indus Water Treaty. As a result of that, Pakistan will face severe consequences of water scarcity, right? Problem is that it will take time before which we can reduce the flow of water. We have to create additional dams, pondage, tunnel systems, etc. It is being done. Some things have been done already, but it will take time. So we've also taken a slew of diplomatic measures, and now the whole world is waiting for India to take kinetic military action. Without kinetic military action, I don't think we can solve the problem of terrorism. General Asim Munir, or more properly Mullah Asim Munir, about a week back had made a half-crazy speech, talking of Hindu Muslims as permanent antagonists, talking of the establishment of Pakistan as the second Riyasat-e-Madina, etc., etc. The simple problem is now heading for retirement. He wants to have, he wants to now secure an extension. Therefore, he is prepared to General have Bakshi, India and Pakistan go to war. I know that you are very busy right now. This is prime time. So many television channels are there in your house. So I'll make you free very quickly. You were saying about the cutting of forces for profit last day. You are very emotional in saying that. As a true Indian, you were responding that forces were cut for profit. Is it? Especially after Agniveer. No, no. Look, at this time, I would like to focus on the war that is imminent, the limited conflict, whatever you would like to call it, is imminent. But what I have been saying is that we made a big mistake by cutting the Indian army by 1,80,000 during COVID.
1,80,000, 180,000 troops cut is a very serious, lapse of judgment. But we can do it up after. Now we have to fight with what we have. But I that would created rather that like created to a focus security on the lapse. fight That which is a coming. security lapse. Are you saying like that? Yes, there are security lapses, quite obviously, otherwise this kind of a carnage would not have happened. We had DGP Dilbag who was doing a much better job. Maybe we have to get him back. I don't know. That is the government's choice. But the simple is that every year before the Amarnath Yatra, we start combing operations in Pahalgam and the hills around Pahalgam and the forests around Pahalgam, because that is the mounting base of the Yatra along with Dras. So we have to comb that area. We used to do it every year in April, May, June, right? It is the end of April, I find nothing happening. That area was devoid of troops. I can't imagine how and why. Who permitted these people to take that yatra there? I am told that even the poniwalas are involved. They were also talking nonsense with the people they were taking there. So all that courts of inquiry can wait. Yes. How Right did now, how we did must this focus affect? on the How did action we how have did to do revocation of across the border. Article 370 affected this Kashmir's Kashmir policy? How Kashmir policy of this government affected Kashmir all over? It was one of the best things we had done. The India would have been done 50 years ago, but it was done, revocation of Article 370 and 35A. It was a damn good thing. We had made preparations for it under the guise of the Amarnath Yatra. We had sent lot of additional troops to the valley and the area was brought totally under control. Pakistan had threatened rivers of blood. It could do nothing. But then, like I said, we were doing a damn good job in the valley. I don't know how and why this contradictory approach of reducing, because the area south of the Pir Panjal was quiet. We had been quietened. I have served in Kishtwar, I have served in Rajouri, Poonch. We had totally broken the back of terrorism there. So there was complacency there and they removed troops from there to, effect this cut of 1,80,000. They removed troops from Rajouri, from Poonch, from Kishtwar, from Doda, Riyasi, etc., etc. And you gave Pakistan a chance to come right back in. This was slightly unnecessarily, diluted the impact. By now everything should have been over and Pakistan could do sweet Fanny Adams, right? But now you gave Pakistan gaps which he fully exploited, 23, 24, 25. Now we have to hit back across the border. You can't confine it to consequence management on own side of Major the border. General GD Bakshi, You can't be you know reactive. that You this have to be cutting, proactive. downsizing of the forces, it is the role of central government. It is not the role of the local government or state government. At the same time, there is security lapse. So people are now, not all people, a section of the people, central government, they are blaming, a section of the government people are blaming that the local government is the reason for this security lapse. Can we blame local government or it is the role of the central government? Yeah, people who don't fight are generally, getting involved in blame games. Yes, lapses happen. Lapses happen, you will be surprised on the battlefield. That doesn't mean you stop everything else and start who did it, why did it, who did it, etc. and do it later. But once your priority is to strike back at Pakistan, raise costs and consequences for Pakistan. A blame game is all very good, but it is a waste of time. Yes, right now. you are at this should point focus on of the fight time, that you are is not ahead. ready to blame anybody, but you are pointing to the, you focusing to the main point, I think. There is security lapse and also you are saying that some kinetic military measures should be there, all things you said. And also at this point of time, I want to know that are you expecting a war between India and Pakistan right now? I expect at least a limited war.
Yes, that is with those words. I think I can free you right now because you are very busy. I think 10 or more channels are in front of your house. Thank you, Major General GD Bakshi. ഈ ഘട്ടത്തിൽ ഞാൻ സജിനിയിലേക്കൊന്ന് പോവാണ്. സജിനി, ഒരു മേജർ ജനറലിന് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സൈനിക ഉദ്യോഗസ്ഥന് ഈ ഘട്ടത്തിൽ രാജ്യത്തിനെതിരെ ഒരു വാക്ക് പോലും അവരൊന്നും ശബ്ദിക്കില്ല. ഈ എന്ത് നടപടികളെടുത്താലും നമ്മളൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിനോടൊപ്പം നിൽക്കുകയേ ഉള്ളൂ. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നിൽക്കുന്നത് പോലെ അവരുൾപ്പെടെ അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്കൊന്ന് പോയി തന്നെ വരണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ സുരക്ഷാ വീഴ്ച, വേണ്ട സമയത്ത് റിക്രൂട്ട്മെൻറ്റ് നടത്താതിരിക്കുക, കാശ്മീരിൽ വേണ്ട ഫോഴ്സിനെ കൃത്യമായ സജ്ജീകരണങ്ങളോടുകൂടി നിയോഗിക്കാതിരിക്കുക, അവർക്ക് ഇരട്ടി പണി ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന ആ വീഴ്ചകൾ നമ്മൾ സമ്മതിച്ചേ പറ്റൂ എന്നാണ്. നേരത്തെ സജിനിയും അത് ചൂണ്ടിക്കാട്ടി. വീഴ്ച ഉണ്ടായി എന്നുള്ളത് ഇനി നമ്മൾ തുറന്ന് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിൽ വീഴ്ചകൾ തുടരാതിരിക്കാനെങ്കിലും നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, ഞാനത് കേൾപ്പിക്കാൻ തയ്യാറാണ്. വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തുറന്ന് പറയും എന്ന് സജിനി പറഞ്ഞു, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അത് എന്തായാലും GD ബക്ഷി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. കാശ്മീരിനെ കുറിച്ച് അറിയാവുന്ന സൈനിക ഉദ്യോഗസ്ഥൻ, ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതിലൊന്ന് ഈ പറഞ്ഞ 1,80,000 നേരത്തെ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. കോവിഡ് സമയത്ത് മുതൽ ഇങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ് പോലും കൃത്യമായി നടത്താതെ പട്ടാളത്തിലേക്ക് വേണ്ട ഫോഴ്സിനെ കൊടുക്കാതെ അതിനെ ഡൗൺ സൈസ് ചെയ്ത് ലാഭമുണ്ടാക്കുക എന്ന വാക്കൊക്കെയാണ് GD ബക്ഷിയെ പോലുള്ളവരൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഇത് സുരക്ഷാ വീഴ്ചയിലേക്ക് നയിച്ചിട്ടുമുണ്ട്. അവിടെ കാശ്മീരിൽ പഹൽഗാമിൽ വേണ്ട സേനയെ കൃത്യമായി നിയോഗിക്കാതെ, അവിടെയൊക്കെ കൃത്യമായി എല്ലാ കാലത്തും സൈനിക വലയം ഉണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് GD ബക്ഷി ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞത്. എന്തുകൊണ്ട് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോയി? ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഒന്ന്, ഡോക്ടർ ലാൽ, അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യം ഞാൻ ആദ്യമായി തിരുത്തുകയാണ്. പിന്നെ ബഹുമാന്യനായ ശ്രീ ബക്ഷി, മേജർ ബക്ഷി പറഞ്ഞതുപോലെ ഈ കോവിഡ് കാലമായിരുന്നതിനാൽ അന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. നമുക്കറിയാം, അതൊരു സമ്പർക്കത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് കട്ടിങ്ങിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഒന്നുമല്ല അങ്ങനെ ഒരു മെഷർ എടുത്തത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. രാജ്യത്തിന്റെ സുരക്ഷയെ വെച്ചാണോ ഇങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. എക്സ്പ്ലനേഷൻ ചോദിക്കാൻ പറയേണ്ട സാധിക്കില്ല. അത് ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ വലിയ സ്നേഹം കൊണ്ട് തോന്നിയ ഒരു ആശങ്കയാണ് ആ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവർക്കും രാജ്യത്തോട് സ്നേഹമാണ്. നമുക്ക് ആർക്കാണ് രാജ്യത്തോട് വിരോധമുള്ളത്? അതെ, അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകൾ ദുരൂഹരിക്കുക തന്നെയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. ആശങ്കകൾ ദുരൂഹരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലാഭത്തിന് വേണ്ടി നമ്മൾ സൈനികരെ റിക്രൂട്ട് ചെയ്തില്ല, കട്ട് ഡൗൺ ചെയ്തു എന്ന ആ തോന്നൽ ശരിയല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ സാധാരണ നമ്മൾ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് അദ്ദേഹം വളരെ ശ്ലാഘിച്ച് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ കൂടുതൽ തർക്കങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് എവിടെയാണോ ഫോഴ്സ് ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സമയത്താണ് നമ്മൾ ഫോഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പഹൽഗാമിൽ എല്ലാ സമയത്തും ഫോഴ്സുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അത് കാശ്മീരിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന GD ബക്ഷിക്ക് അത് അറിയാം. അത് സർട്ടിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അവിടെ ആ ഫോഴ്സുകൾ ഇല്ലാതെ പോയത് ഏത് ഘട്ടത്തിലാണ്? അത് തന്നെയാണ് അതിനാണ് പറയുന്നത്. ഈ കശ്മീരിൽ ധാരാളം പട്ടാളക്കാരാണ്. ഈ പട്ടാളക്കാരുടെ ഒരു ആധിക്യം കൊണ്ട് അവിടെ ടൂറിസ്റ്റുകൾക്ക് വരാൻ സാധിക്കുന്നില്ല, ടൂറിസ്റ്റുകൾ വരുന്നില്ല, ഒരു സാധാരണ ജനജീവിതം സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ തന്നെയാണല്ലോ. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണല്ലോ, നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പാർട്ടികളാണല്ലോ. പക്ഷെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കുന്നത്? ആ ഡബിൾ സ്റ്റാൻഡേർഡ് ശരിയല്ല. ആ ഡബിൾ സ്റ്റാൻഡേർഡ് ശരിയല്ല. ആ ഡബിൾ സ്റ്റാൻഡേർഡ് അവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. അത് വെറുതെ ഒരു ആരോപണമാണ്. ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചാണോ നിങ്ങൾ പട്ടാളത്തെ ഇറക്കുന്നതും വേണ്ടാന്ന് വെക്കുന്നതും റിക്രൂട്ട്മെന്റ് നടത്തുന്നതും ഒക്കെ മാധ്യമങ്ങളിൽ പറയുന്നത് കേട്ടിട്ടാണോ?
അല്ലല്ലോ മാധ്യമങ്ങൾ പറയുന്നല്ലോ ഈ മാധ്യമങ്ങൾ അന്ന് അങ്ങനെ ഒരു ആരോപണം അവിടെ പട്ടാളക്കാരുടെ ആധിക്യമാണ് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ ഇപ്പൊ വീണ്ടും തിരുത്തി പറയുമ്പോൾ നമ്മളതിന് അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ശരി. ഞാൻ ഡോക്ടർ സമ്പത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഡോക്ടർ PJ വിൻസെന്റ് ഇതാ ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണുള്ളത്. അദ്ദേഹം ഒരു യാത്രയിലാണ്. ചർച്ചയിലേക്ക് നമുക്ക് അദ്ദേഹത്തെ ലൈവായി കിട്ടുമെന്ന് കരുതിയാണ്, വന്നില്ല. ഡോക്ടർ PJ വിൻസെന്റ്, നോക്കൂ, ഈ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ആദ്യം വലിയ ചർച്ചാ വിഷയമായതാണ്. ചോരയ്ക്ക് പകരം വെള്ളം കൂടി മുട്ടിക്കുമോ എന്നാണ്. അതിനെ സജിനി എടുത്തത് ചോരയ്ക്ക് പകരം നമ്മൾ വെള്ളം കൂടി മുട്ടിക്കുമോ എന്നുള്ളത്, പാകിസ്ഥാനോട് വലിയ സ്നേഹമുള്ളത് കൊണ്ട് വെള്ളം കൂടി മുട്ടിക്കുമോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, വെള്ളം കൂടി മുട്ടിക്കാനാകുമോ എന്നാണ്. ചോര എന്നുള്ളത് പാകിസ്ഥാൻ ഒഴുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് പകരം അങ്ങനെ പറഞ്ഞ പാകിസ്ഥാനെതിരെ വെള്ളം കൂടി മുട്ടിച്ച് അവരെ നിലയ്ക്ക് നിർത്താനാകുമോ എന്നാണ്. ഈ ട്രീറ്റിയിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുമ്പോൾ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റില്ല, യൂണിലാറ്ററലി അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, റിവോക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്, ലീഗൽ കോൺസിക്വൻസസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ അതുപോലെയൊക്കെ വയലേറ്റ് ചെയ്യുമായിരിക്കും. ഇന്ത്യക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അന്താരാഷ്ട്ര സമൂഹത്തിലെ പ്രതിച്ഛായ ഉണ്ടാക്കുക എന്നത് ആർക്ക് വേണ്ടുന്ന കാര്യമാണ് ഡോക്ടർ ലാൽ. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന പ്രഥമവും പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് ഈ സ്റ്റേറ്റ് നിർവഹിക്കേണ്ടത്. അതിനുശേഷമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇമേജ് ഉണ്ടാക്കലും വിശ്വഗുരുവായി മാറുന്നതും അല്ലെങ്കിൽ അങ്ങനെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിപ്ലോമസിയുടെ തലത്തിൽ ലോകത്തിൽ വലിയ അംഗീകാരം ഉണ്ടാകുന്നു. ഇതിലൊന്നും കഥയില്ല. പണ്ടാര പറഞ്ഞ പോലെ നിങ്ങൾ ലോകം മുഴുവൻ നേടിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ പോലെ ലോകത്തിന് മുഴുവൻ കൈയ്യടി നേടിയിട്ടും ലോകത്തിലെ ഏറ്റവും മാന്യമായ രാഷ്ട്രം എന്നുള്ള കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും എന്താ കാര്യം? നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ. അപ്പോൾ അന്താരാഷ്ട്ര കരാറുണ്ട്, അത് വേൾഡ് ബാങ്ക് മോണിറ്റർ ചെയ്ത കരാറാണ്. ആ കരാറിലൊന്നും ഒരു കാര്യവുമില്ല. അതെല്ലാം എടുത്ത് അതിന്റെ സാങ്കേതികത്വത്തെ അതിലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാതെ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനോട് അമേരിക്ക പ്രതികരിച്ച വിധത്തിലാണ്. അത് അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ല. ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന നിലയിൽ ആ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അതിന് തിരിച്ചടി കൊടുക്കാതെ ഈ രാഷ്ട്രത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതല്ല എങ്കിൽ ഞങ്ങളൊരു ദേശരാഷ്ട്രമല്ല, ഞങ്ങൾ ഇന്റർനാഷണലിസത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്ന് നിലപാടെടുക്കണം. ഈ ഇൻഡസ് ട്രീറ്റി 1960 ഇൻഡസ് ട്രീറ്റി വസ്തുനിഷ്ഠമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പരമാവധി കൺസെഷൻ കൊടുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ്. ഇന്റർ റിവർ സിസ്റ്റത്തിലെ 6 നദികളുള്ളതിലെ 70-30 എന്ന ഇതിലാണ് അതിലെ വെള്ളം ഷെയർ ചെയ്യുന്നത്. മാത്രവുമല്ല 1960 ഒപ്പിട്ട ഈ കരാറിൽ 10 വർഷത്തേക്ക് പാകിസ്ഥാനിലെ പഞ്ചാബിൽ കനാൽ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി 6.2 കോടി പൗണ്ട് സ്റ്റെർലിംഗ് ഇന്ത്യ പാകിസ്ഥാന് സംഭാവനയായിട്ട് കൊടുക്കുന്നു. അത് ഓരോ വർഷം ആനുവലായിട്ട് കൊടുക്കുകയും ചെയ്യും. 2007 വരെ കൊടുത്തു. 1965 യുദ്ധകാലത്ത് പോലും ഇന്ത്യ നിർത്തിവെച്ചില്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ഏകപക്ഷീയമായ ആക്രമണമായിരുന്നല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിലേക്ക് ആക്രമണം എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നയതന്ത്ര തലത്തിലും സാമ്പത്തിക തലത്തിലും സൈനിക തലത്തിലും യോജിച്ച പ്രതികരണം ഉണ്ടാവണം. അതിന് അന്താരാഷ്ട്ര തലത്തിൽ പരമാവധി രാജ്യങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ടെററിസത്തിന്റെ വലിയ ഭീഷണി അഭിമുഖീകരിക്കുന്ന രാഷ്ട്രങ്ങളാണ് ലോകത്തിൽ ഒട്ടുമിക്കതും. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ചൈന അടക്കം. അവിടെ ഈസ്റ്റേൺ ടർക്കമിനിസ്ഥാൻ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന തീവ്ര സംഘത്തെ കൊണ്ട് സിൻജിയാങ് പ്രോവിൻസിലെ ചൈന അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി നമുക്കറിയാലോ. അതുകൊണ്ട് ചൈന അവിടെ റീ എഡ്യൂക്കേഷനും ഇന്റഗ്രേഷൻ തുടങ്ങിയിട്ടുള്ള വലിയ പ്രോഗ്രാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ മനുഷ്യത്വ വിരുദ്ധതയെ കുറിച്ചൊക്കെ വ്യാപകമായിട്ടുള്ള ചർച്ചയും ഉയരുന്നുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിന്റെ ദേശീയതയ്ക്കും അതിന്റെ നാഷണൽ ഇന്റഗ്രേഷനും എതിരായിട്ട് വരുന്ന ശക്തികളെ അതിശക്തമായി നേരിടാണ്ട് നിവൃത്തിയില്ല. ഇവിടെ ഈ പുൽവാമയിൽ ഉണ്ടാക്കിയിട്ടുള്ള സംഭവത്തിൽ സെക്യൂരിറ്റി വീഴ്ചയുണ്ടോ എന്നുള്ള ചർച്ച നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ പക്ഷെ നമ്മൾ ടെററിസത്തിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എടുത്ത് നോക്കുമ്പോൾ അതൊരു ഡീസെൻട്രലൈസ്ഡ് വാർഫെയർ ആണ്. നമ്മുടെ സാമ്പ്രദായികമായ സൈന്യത്തെയോ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിഫൻസ് മെക്കാനിസത്തിനോ
പൂർണ്ണമായും ഇതിനെ തടയാൻ കഴിയില്ല എന്നുള്ളത് ശരി. ഡോക്ടർ ചരിത്രപരമായ പി. ജെ. വസ്തുതയാണ്. വിൻസെന്റ്, താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇതുവരെയുള്ള രീതികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ടുള്ള ഈ ചിന്തയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതുമാണ്, അതങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തന്നെ നമ്മൾ കരുതി നിൽക്കുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എന്താണ്? അതും നമ്മൾ കേൾക്കണമല്ലോ. ഇത് എന്താണ് ഈ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകളാവുമല്ലോ. നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെയൊക്കെ രാജ്യങ്ങളെയൊക്കെ ഇതൊക്കെ ബോധ്യപ്പെടുത്തി നമ്മൾ ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നു. പാകിസ്ഥാൻ്റെ വെള്ളം കൂടി നമ്മൾ മുട്ടിക്കാൻ പോകുന്നു. ആ വെള്ളം കൂടി മുട്ടുകയാണെങ്കിൽ അവർ അത് യുദ്ധമായി കണ്ട് ആണവ യുദ്ധത്തിലേക്ക് തന്നെ പോകാൻ വേണമെങ്കിൽ ശ്രമിക്കുമെന്ന് പറയുന്നു. GD ബക്ഷി പറയുന്നു ഒരു ലിമിറ്റഡ് വാർ ഉണ്ടാകാം എന്ന് അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ പറയുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? അല്ല, അതിനകത്ത് ഇപ്പൊ നമ്മൾ സിംല കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് ട്രീറ്റി സസ്പെൻഡ് ചെയ്തു, ഇന്ത്യ ഓർഡർ ഇറക്കി. പക്ഷെ ഇതില് അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് 1999 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ലാഹോർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പ്രതിസന്ധിയാണ്. കാരണം ഈ ലാഹോർ ട്രീറ്റിയിലാണ് 1998 ചഗായി എക്സ്പ്ലോഷനും നമ്മളുടെ പൊക്രാൻ രണ്ടും കൂടെ ചേർന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനും സമ്പൂർണ്ണ ആണവശേഷി ഉള്ള ആണവായുധമുള്ള രാജ്യമായി മാറിയ സന്ദർഭത്തിലാണ് ആണവായുധങ്ങളെ ഉത്തരവാദിത്തോടുകൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറ് 1999 ഒപ്പുവെച്ചത് ലാഹോർ ട്രീറ്റി. ഈ ലാഹോർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആഗോള സമൂഹം ഇടപെടും, അത് ഇന്ത്യയും പാകിസ്ഥാനും വളരെ സൂക്ഷ്മമായ ഇതിലിടും. അപ്പോൾ ആ ലാഹോർ ട്രീറ്റിയിൽ നിന്ന് ഇതുവരെ പാകിസ്ഥാൻ പിന്മാറിയിട്ടില്ല, ഇന്ത്യയും പിന്മാറിയിട്ടില്ല. അത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ലാഹോർ ട്രീറ്റി നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ ആണവ പ്രയോഗം അങ്ങനെ കരുതുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഏതറ്റം വരെയും പോവുകയാണെങ്കിൽ ഇന്ത്യ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പാകിസ്ഥാനും അങ്ങനെ ഏത് ലെവലിലേക്കും അവർക്കും പോകാനുള്ള അവർക്ക് വിഷമമൊന്നുമില്ലല്ലോ, നമ്മളെക്കാൾ എളുപ്പമാണല്ലോ അവർക്ക്. ഞാൻ വരാം അങ്ങയിലേക്ക്. ഡോക്ടർ സമ്പത്ത്, അതാണ് രാഷ്ട്രീയമായി വലിയൊരു പ്രശ്നം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളിൽ നിന്ന് കിട്ടേണ്ട പ്രതികരണം അതാണ്. ഈ പറയുന്ന അമേരിക്കയ്ക്കൊക്കെ റോള് വരുന്നത് ഒരു ബൈലാറ്ററലായി കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നിടത്തു നിന്ന് ഇതൊരു മൾട്ടിലാറ്ററൽ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കശ്മീർ പോലും അവിടേക്ക് കൊണ്ട് എത്തിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നു. ആളുകൾ ചുറ്റുമുള്ള ലോക രാജ്യങ്ങളൊക്കെ അതിലേക്ക് ഇടപെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ സ്ഥിതിവിശേഷത്തെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൂടി ആശ്രയിച്ചാണ്. ലാലെ, നമ്മളൊരു മൾട്ടിപോളാർ വേൾഡാണ്. ലോകരാഷ്ട്രീയം എന്നുള്ളത് ഈ ദ്വിധ്രുവങ്ങളിലല്ല, മൾട്ടിപോളാർ വേൾഡാണ്. അത് ഇന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റും അത് അംഗീകരിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ അത് അവരുടെ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സിലും വർത്തമാനങ്ങളിലുമെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ ചർച്ചയിലിപ്പോൾ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കുകയല്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ രാഷ്ട്രീയം, ഇപ്പോൾ ഞാനും പ്രിയപ്പെട്ട സജിനയും തമ്മിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇങ്ങനെ ആ അഭിപ്രായ വ്യത്യാസം തുടരുക തന്നെ ചെയ്യും. അത് അനുച്ഛേദം 370 ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇതിലൊരു കാര്യം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, സൈന്യത്തിൽ, കേന്ദ്ര പോലീസിൽ, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ സെൻട്രൽ സ്കൂളുകളിൽ, റെയിൽവേയിൽ ഉൾപ്പെടെ ഏതാണ്ട് 20 ലക്ഷം വേക്കൻസികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. 20 ലക്ഷം വേക്കൻസി എന്ന് ഞാൻ പറഞ്ഞത് പുതുതായി അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടുന്നതായിട്ടുള്ള വേക്കൻസികളെ സംബന്ധിച്ചല്ല, ഒഴിഞ്ഞു പോയ ആളുകളുടെ, മരണപ്പെട്ടു പോയവരുടേത്, ഒപ്പം ആ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവർ, രാജിവെച്ചു പോയവർ, അങ്ങനെ ഏതാണ്ട് 20 ലക്ഷം വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നതിലാണ് മേജർ ജനറൽ ബക്ഷി പറഞ്ഞത്. ഞാൻ 1.5 ലക്ഷം എന്ന് വിശ്വസിച്ചത് ഞാനിപ്പോൾ തിരുത്തുകയാണ് അദ്ദേഹം പറഞ്ഞതുകൊണ്ട്. അത് 1,80,000-അപ്പുറം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കോവിഡ് കാലം, കോവിഡ് മഹാമാരി, COVID-19 എന്നുള്ളത് അത് 2020, 2021 അതോടുകൂടി നമ്മൾ നേരിട്ട് അതെല്ലാം കഴിഞ്ഞ് 2025 നമ്മൾ നിൽക്കുകയാണ്. ആളിൻ്റെ എണ്ണം, യൂണിഫോംഡ് മെന്നിൻ്റെ എണ്ണം, അവർ നിൽക്കേണ്ടതായ പൊസിഷൻ, അവരുടേതായ പോസ്റ്റുകൾ, ആ പോസ്റ്റുകളിലെ സ്ട്രെങ്ത്ത്, ഒരാളുടെ കുറവുണ്ടായാൽ ആ കുറവ് എന്നുള്ളത് എത്ര ഭീകരമായ വിലയാണ് നമ്മൾ നൽകേണ്ടി വരുന്നത് എന്നുള്ളത് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചുള്ളവർക്ക് നന്നായിട്ടറിയാം. ഒരാളുടെ കണ്ണിമയൊന്ന് ചിമ്മിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അത് അവർക്ക് നന്നായിട്ടറിയാം. നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾ നടത്തിയത്? മറ്റു രീതിയിൽ ഇപ്പോൾ നമ്മൾ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ഒരു 4 കൊല്ലത്തേക്ക് അങ്ങനെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന അതെല്ലാം, പക്ഷേ ഇത് വെച്ച് കോംപ്രമൈസ് ചെയ്യരുതായിരുന്നു. ആ സ്ഥിരം വേക്കൻസികളിൽ അത്തരത്തിൽ ഉണ്ടായിരിക്കേണ്ടത് സൈനികരായിട്ട്, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരായി, കമ്മീഷൻഡ് ഓഫീസർമാരായി വരേണ്ട അവരുടെ എണ്ണം അത് നമ്മൾ നിലനിർത്തണമായിരുന്നു. 2,
അതിർത്തി സംരക്ഷിക്കുന്നത്. ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് അത് ചുരുക്കാം. ജമ്മു കാശ്മീരിൻ്റെ ഒരു പ്രത്യേക സ്ഥിതിയുണ്ട്. നിങ്ങൾ ആ പദവി റദ്ദാക്കുകയോ അല്ലാതിരിക്കുകയോ അതൊക്കെ മറ്റു കാര്യങ്ങൾ. ഈ ഇന്ത്യ മറ്റേതെങ്കിലും രാജ്യവുമായി ചേർന്ന് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമല്ല ജമ്മു കാശ്മീർ. പക്ഷേ ജമ്മു കാശ്മീരിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ജമ്മു കാശ്മീരിലെ സുരക്ഷിതത്വ സംവിധാനം എന്നുള്ളത് പ്രഥമമായി തന്നെ നമ്മുടെ കൺമുന്നിൽ 4 തട്ടിലാണ്, 4 ലെയറാണ്, 4 തലങ്ങളിലാണ്. പട്ടാളം, കയ്യിൽ തോക്കേന്തിയ പട്ടാളം, ആയുധങ്ങളുള്ള പട്ടാളം അതിർത്തിയിൽ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRP ഉൾപ്പെടെയുള്ള പാരാമിലിറ്ററി ഫോഴ്സ്, സംസ്ഥാന പോലീസ്, നമ്മുടെ കണ്ണിൽ വരാത്തതായിട്ടുള്ള ഒരുപക്ഷെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറോ നമ്മുടെ കുതിരസവാരിക്കാരനോ നമ്മുടെ ടൂർ ഗൈഡോ അടക്കം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം എന്നുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലൊന്നാണ്. ഇത് കൂടാതെ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ സൈന്യത്തെ സഹായിക്കുന്ന നാട്ടുകാർ കൂടി ഉണ്ടാകും. നാട്ടുകാർ അവിടെ ഉണ്ട്. നാട്ടുകാർ അത്തരത്തിൽ സഹായിക്കുന്നവർ തന്നെയാണ്. കഴിഞ്ഞ 10 കൊല്ലങ്ങളിലായി അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നാണ് ഇപ്പൊ ഈ 1,80,000 പേരെ അവിടെ ഒഴിവുണ്ടായെന്ന് പറയുന്നത് പോലെ ഇത്തരം ആളുകളെ പോലും ഉപയോഗിക്കപ്പെട്ടില്ല എന്ന ഒരു കാഴ്ചപ്പാടും ഇപ്പോൾ വന്നിട്ടുണ്ട്. ലാലെ, ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പഷ്തൂൺ വംശജരുടെ ആക്രമണമെന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന അവരെ വിമോചന പോരാളികളെന്ന് അവർ പറയുമ്പോഴും ആ ഗോത്രവർഗ്ഗക്കാർ അവരുടെ പലരും ആക്രമണം ആ ഒരു കാലത്ത് നടക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ ജനതയാണ് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ആ അക്രമികളെ നേരിട്ടത്, തുരത്തിയത്. സജിനി, ഇക്കാര്യത്തിൽ നിങ്ങൾ രാഷ്ട്രീയമായ 2 ചേരികളാണെങ്കിലും ഡോക്ടർ സമ്പത്തും സജിനിയും ഒക്കെ രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിന്ന് സംസാരിക്കുന്നു എന്നുള്ളത് കാണുന്നത് പോലെ തന്നെ കൈരളിയെയും അവതാരകനെയും ഒന്നും അങ്ങനെ ഒരു ശത്രുപക്ഷത്ത് കാണണ്ട. ഇത് പാകിസ്ഥാൻ എന്നുള്ള ചോദ്യമല്ല, ഇത് നമുക്ക് തന്നെ തിരുത്തി നമുക്ക് കൂടുതൽ മുന്നേറാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളും ആലോചനകളുമാണ് നിൽക്കുന്നത്. ഈ വിഷയം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇന്നലെ ഇന്നൊക്കെ നമ്മൾ ഈ വിഷയത്തെ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സജിനിയോട് പറയുകയാണ്, ചോദിക്കുകയാണ്, നമുക്കിതിനകത്ത് ഒരു അല്പവേഗത്തിൽ തന്നെ കാശ്മീരിലെ സ്ഥിതിവിശേഷങ്ങൾ ആലോചിക്കാനുണ്ട്. ചില തുറന്നു പറച്ചിലുകൾ ആവശ്യമുണ്ട്. അതൊന്ന്. രണ്ടാമത്, നമ്മൾ എടുക്കുന്ന നയം പാകിസ്ഥാനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചില നയങ്ങളും നടപടികളുമാണോ, അതോ പെട്ടെന്ന് കൂടുതൽ ആളുകളുടെ കൈയടി കിട്ടട്ടെ എന്ന് കരുതി മാത്രമാണോ? അങ്ങനെ ഒരു ചിന്ത സജിനിക്കെങ്കിലും ഉണ്ടോ? ഡോക്ടർ സമ്പത്ത് ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, പല ഡിഫൻസ് ഓപ്പറേഷൻസും വളരെ സൈലന്റ് ആയിട്ടാണ്, വളരെ സീക്രസീവായിട്ട്, വളരെ രഹസ്യ സ്വഭാവത്തിലാണ് എന്ന് പറയുകയുണ്ടായി. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതും. പഹൽഗാമിൽ ചൊരിഞ്ഞ ആ 26 നിഷ്കളങ്കരായ ടൂറിസ്റ്റുകളുടെ ഭാരതീയ സഹോദരന്മാരുടെ ചോരയ്ക്ക് ഏറ്റവും അർഹമായ മറുപടി രാജ്യം നൽകുക തന്നെ ചെയ്യും. അത് ജലയുദ്ധമാവാം, അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലൂടെ ആവാം. സജനി, സോറി ടു ഇന്ററപ്റ്റ്. അതിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളിൻ്റെ പേര് കൂടി പറഞ്ഞു പോകുന്നതാണ് നല്ലത്. ആ 26നോടൊപ്പം മറ്റൊരു ഇന്ത്യക്കാരനും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ആ സഹോദരൻ തീർച്ചയായിട്ടും ഉണ്ട്. 27. അതെ, അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞുവല്ലോ, സേനയുടെ എണ്ണം മറന്നുപോണ്ട. ഷാ എന്നാണ് പേര് എന്നുള്ളത് കൊണ്ട് ആ ഇന്ത്യക്കാരനെ നമ്മൾ ഒന്നുമല്ല, അദ്ദേഹത്തെയും കൂടെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. അല്ലല്ല, ഒരിക്കലും മറക്കുന്നില്ല. കാരണം കശ്മീരിലെ ജനങ്ങൾ നോക്കൂ, എന്തൊരു വലിയ മാറ്റമാണ് 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് കശ്മീരിലുണ്ടായത്. കശ്മീരിലെ ജനങ്ങൾ ഡോക്ടർ സമ്പത്ത്, സജിനി അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു സംശയമുണ്ടോ? സജിനിയുടെ ഒരു ചിന്താഗതി, ഒരു രാഷ്ട്രീയ ചിന്താഗതി ആ നിലയിലേക്ക് ചില മറവികൾ ഉണ്ടാക്കിയേക്കാം എന്ന് കരുതിയാണോ ഡോക്ടർ സമ്പത്ത് അങ്ങനെ ഇടപെട്ട് പറഞ്ഞത്? ലാല, ഞാൻ ഇടപെട്ടത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ആ സഹോദരിയോട് എല്ലാ ബഹുമാനവും ഞങ്ങൾ എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ സജിനോട് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഞാനിത് എന്താന്ന് പറഞ്ഞാൽ, ഒരു മലയാളി, നമ്മുടെ ഒരു സഹോദരൻ ശ്രീ രാമചന്ദ്രൻ അവിടെ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പുത്രി അതിനുശേഷം ആ ജമ്മു കാശ്മീരിലെ ജനത തങ്ങൾക്ക് നൽകിയതായ ആ ഒരു സ്നേഹം, അവരെ കെട്ടിപ്പിടിച്ചതുപോലെ, അവരെ ചേർത്ത് പിടിച്ചതുപോലെ, അവരുടെ ദുഃഖം ഒപ്പിയെടുത്തതുപോലെ അവർക്ക് വാസ്തവത്തിൽ ആ ജമ്മു കാശ്മീരിലെ ജനത മാതൃതുല്യമായ, സഹോദര തുല്യമായ ആ ഒരു സ്നേഹം അവർക്ക് നൽകിയത്. അച്ഛൻ കൊല്ലപ്പെട്ടു, ആ മകൾ, അവിടെ ഉണ്ടായ കാര്യങ്ങൾ സത്യാവസ്ഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്, സജിനി ഒരു വനിതയാണ്, ഞാനൊരു പെൺകുട്ടിയുടെ പിതാവാണ്, എന്നെ ഒരു അമ്മ നൊന്തുപെറ്റതാണ്.
ഈ കേരളക്കരയിൽ പോലും പല മനുഷ്യരുടെയും മലയാളത്തിലാണ് അത് പലത്, വേറെ മറ്റു പലയിടത്തുനിന്ന് വന്നതല്ല, Yes. മനസ്സിൽ എത്രമാത്രം വൈകൃതമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരു മനുഷ്യനെന്ന് പോലും പറയാൻ പറ്റാത്ത നിലയിലുള്ള വൈകൃതം ആ പെൺകുട്ടിക്കെതിരായി അത്തരത്തിൽ തൻ്റെ പിതാവിനെ ചിതയിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരും ലോകവും ചോദിച്ചപ്പോൾ അവിടെ ഇപ്പോൾ സജനി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയല്ലേ ആ കുട്ടിയും പറഞ്ഞത്, ആ ജമ്മു കാശ്മീരിലെ ജനതയെക്കുറിച്ച്. ആ കുട്ടിയെ ഇത്തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കാനും അധിക്ഷേപിക്കാനും ഇത് എന്താണ് കേരളത്തിൽ ഈ പോലും ചില ആളുകൾ യുദ്ധം ആഗ്രഹിക്കുന്നവർ ഇത്തരം പോരാട്ടങ്ങൾ കൂടി നമ്മുടെ രാജ്യത്തിനകത്തുണ്ടാകട്ടെ, നമ്മുടെ പല വിഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള യുദ്ധമുണ്ടാകട്ടെ എന്നുകൂടി കരുതിയിട്ടുണ്ടാകണം. പരമ്പരാഗത യുദ്ധം മാത്രമല്ല, ഇത്തരത്തിലുള്ള ചില പുതിയ യുദ്ധങ്ങളും കൂടി ഉണ്ടാകുന്നത് ആഗ്രഹിക്കുന്നവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളത് മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള നടപടികൾക്കപ്പുറം നമുക്ക് മുന്നോട്ട് പോകാനും അപ്പുറത്ത് പാകിസ്ഥാൻ എന്താണ് ചിന്തിക്കുന്നത് അതിനെ തടയിടാനും തീവ്രവാദികളെ ഇല്ലാതാക്കാനുമുള്ള ശരിയായ നടപടികളിലേക്ക് പോകണം. അതിനുള്ള ഒരു തുടക്കം ആയി ഇത്തരം ചർച്ചകൾ മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സമ്പത്ത്, സജിനി, ഒപ്പം മേജർ ജനറൽ GD ബക്ഷി, ഡോക്ടർ PJ വിൻസെന്റ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.